ഇത് ഈ ഇടതുപക്ഷ സർക്കാരിന് ആത്മവിശ്വാസം നൽകുന്ന പ്രോഗ്രസ് ആണ് എന്നാണ് എൻ്റെ പക്ഷം. രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, അടിസ്ഥാന പശ്ചാത്തല വികസനത്തിൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു പ്രോഗ്രസ് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സാമൂഹ്യക്ഷേമത്തിൻ്റെ കാര്യത്തിലും ഏറെക്കുറെ മെച്ചമായ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ഈ സർക്കാരിന് പറയാനുണ്ട്. പക്ഷേ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നത് പോലെയുള്ള നേട്ടങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ അത്രയും നേട്ടങ്ങളില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുക. എന്നാൽ ഇത് സർക്കാരിന് ആത്മവിശ്വാസം നൽകുന്നു എന്ന് പറയാനുള്ള കാരണം എന്താണ്? കഴിഞ്ഞ 4 വർഷങ്ങളിൽ രണ്ടാം പിണറായി സർക്കാർ കടന്നുപോയ സാമ്പത്തിക പ്രതിസന്ധി ചെറുതല്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ്. ഒന്ന്, ഒരു ഭാഗത്ത് കോവിഡ് എന്ന് പറയുന്ന മഹാമാരി, ആ മഹാമാരി മൂലം സംസ്ഥാനത്തിൻ്റെ റവന്യൂവിലേക്ക് വരേണ്ട വിഹിതങ്ങൾ നഷ്ടപ്പെട്ടത്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, കിഫ്ബിയുടെയും പെൻഷൻ ഫണ്ടിൻ്റെയും പേരിൽ നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടേണ്ടിയിരുന്ന കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടുത്തിയത്. അതെങ്ങനെയാ കണക്കുകൾ? ഞാൻ ആ കണക്കുകളൊന്ന് പറയാം, അവിടെ നിന്നും തുടങ്ങാം. നേരത്തെ കിഫ്ബിയുടെ കാര്യം സ്മൃതി ഉന്നയിച്ചതുകൊണ്ടാണ് എനിക്കതിന് മറുപടിയുണ്ട്. എന്താണ് കിഫ്ബിയുടെ കണക്കിൽ സംഭവിച്ചത്?